കഴിഞ്ഞ ദിവസമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രം അവഗണിക്കുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ പോയി സമരം ചെയ്തത്. ഏതാനും മണിക്കൂറുകൾ മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് ആയുസ്സുണ്ടായിരുന്നത്. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ നേരിട്ടാണ് പാർലമെന്റിൽ കേരളത്തിന്റെ ആരോപണങ്ങൾ പലതിൻ്റെയും മുനയൊടിച്ചു കളഞ്ഞത്. കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ വരെ കേരളം കേസ് നടത്തുന്നുണ്ട്. നികുതി വിഹിതം വെട്ടിക്കുറച്ചു, കടമെടുപ്പിന്റെ പരിധി വെട്ടിക്കുറച്ചു തുടങ്ങി അനവധി ആരോപണങ്ങളാണ് സുപ്രീം കോടതിയിലൂടെയും കേരളം കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. വസ്തുതകളുടെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ കാര്യങ്ങൾ അല്പം രസകരമാണ്. ഈ അടുത്ത കാലത്തിറങ്ങി മലയാള സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായ ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായ ഭീഷ്മപർവം. ഭീഷ്മപർവം സിനിമയിലെ കൂട്ടുകുടുംബത്തിന്റെ കാരണവരായ മമ്മൂട്ടിയെ പോലെയാണ് നരേന്ദ്രമോദി. അതിലെ ഓരോ അംഗങ്ങളെയും സംസ്ഥാനത്തിന്റെ മന്ത്രിമാരായി കണ്ടിട്ടുണ്ടെങ്കിൽ ഷൈൻ ടോം ചാക്കോ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ റോളിലാണ് കേരള മുഖ്യമന്ത്രി ഉള്ളത്. ഒരു ബിസിനസ്സും മെനക്ക് ചെയ്യാനറിയില്ല. കുടുംബത്ത് കടം വരുത്തി വെക്കുന്നത് മാത്രമാണ് മിച്ചം. പക്ഷേ ദുർച്ചെലവ് നടത്താനൊന്നും ഇതൊന്നും ഒരു തടസ്സമേ അല്ല. മമ്മൂട്ടിയോടുള്ള വൈരാഗ്യം വെച്ച് ഭാഗം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന ആരോപണം. കൊടുത്താൽ ഇവന്റെയൊക്കെ സ്വഭാവത്തിന് കിട്ടിയതൊക്കെ ദിവസേന പെരുന്നാൾ കൂടി തിന്നുമുടിച്ച് ശത്രുക്കൾക്ക് അടിയറവ് വെച്ചേനെ എന്ന് സിനിമ കാണുന്ന ഏവർക്കും മനസ്സിലാകും. പക്ഷേ ഭാഗം വെച്ച് കിട്ടിയാൽ ഇവരൊക്കെ അങ്ങ് നന്നാകുമെന്ന ഇവരുടെ പല്ലവി കുടുംബത്ത് ചിലരെങ്കിലും വിശ്വസിക്കുന്നുമുണ്ട്. സൗബിൻ താഹിറിന്റെ റോളിലാണ് യോഗി ആദിത്യനാഥൊക്കെ. മോദിജി ഭരണം ഏൽപ്പിക്കുമ്പോൾ GDP-യിൽ ഭാരതത്തിൽ 10ാം സ്ഥാനത്തായിരുന്ന ഉത്തർപ്രദേശ് ഇപ്പോൾ നിൽക്കുന്നത് തമിഴ്നാടിനെയും മറികടന്ന് 2ാം സ്ഥാനത്താണ്. സിനിമയിൽ കഥാപാത്രമായ മമ്മൂട്ടി സൗബിന്റെ കഥാപാത്രമായ അജാസിനോട് ഒരു ഫേവറിസം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള മറ്റു കുടുംബാംഗങ്ങളുടെ ആരോപണം. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിനോട് നരേന്ദ്രമോദിക്ക് ഒരു ചായ്വുണ്ട് എന്നുള്ള ആരോപണവും. യഥാർത്ഥത്തിൽ സൗബിന് കഴിവുണ്ടെന്നും ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയ്ക്ക് കഴിവില്ല എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം. അത് നാട്ടുകാർക്ക് അറിയാവുന്നതുമാണ്. ഇനി സിനിമാ കഥയുമായി കൂട്ടിയിണക്കാതെ തന്നെ ഏതൊരു മലയാളികൾക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന ചില കണക്കുകൾ പറയാം. 57,400 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചു എന്നാണ് കേരള ബജറ്റിൽ മന്ത്രി ബാലഗോപാലൻ പറയുന്നത്. അതിൽ ആദ്യത്തെ വെട്ടിക്കുറവ് GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതിനെ തുടർന്നാണെന്ന് പറയുന്നു. 12,000 കോടി. GST നടപ്പാക്കിയപ്പോൾ തന്നെ തുടർന്നുള്ള 5 വർഷമാണ് അതുമൂലമുണ്ടാകുന്ന താൽക്കാലിക നഷ്ടപരിഹാരം നിശ്ചയിച്ചിരുന്നത്. ആ കാലയളവിൽ സംസ്ഥാനങ്ങൾ സ്റ്റേറ്റ് GST വരുമാനം കൂടുതൽ ലഭിക്കാനുള്ള വഴികൾ കണ്ടെത്തണം എന്നതായിരുന്നു നിർദ്ദേശം. അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്ക് ഇതൊക്കെ അംഗീകരിച്ചതുമാണ്, GSTയെ സ്വാഗതം ചെയ്തതുമാണ്. ആ 5 വർഷം കഴിഞ്ഞുപോയിരിക്കുന്നു. അപ്പോൾ പിന്നെ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ആ വിഷയത്തിൽ കുറ്റക്കാരാകുക? രണ്ടാമത്തെ കണക്ക് വരുന്നത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിനത്തിലാണ്. 8,400 കോടി കുറയും എന്നാണ് ഈ പറയുന്ന സംസ്ഥാനത്തിന്റെ ധനമന്ത്രി പറയുന്നത്. അതും ഇതുപോലെ 5 വർഷമാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിന്റെ കാലാവധി നിശ്ചയിച്ചിരുന്നത്. ആദ്യത്തെ വർഷം 19,800 കോടിയും പിന്നീട് 13,500 കോടിയും ഒക്കെ മുൻവർഷങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. ഈ വർഷം ആ അനുപാതം സ്വാഭാവികമായും കുറയും. പിന്നെ അത് കാലാവധി കഴിയുമ്പോൾ നിൽക്കുകയും ചെയ്യും. ഇതിലും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാനായിട്ട് പറ്റില്ല. കാരണം ഈ പറയുന്ന കാലാവധിയും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളോട് കൂടി ആലോചിച്ചതിന് ശേഷം തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ കാലയളവിൽ ആരാണോ സംസ്ഥാനത്ത് ധനമന്ത്രിയായിരുന്നത് അദ്ദേഹം അതിനെ റാൻ മൂളുകയും ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള പ്രധാന ആരോപണമെന്ന് പറയുന്നത് കിഫ്ബിയുടെയും പെൻഷൻ കമ്പനികളുടെയും വായ്പകളെ പൊതുകടമായി പ്രഖ്യാപിച്ചതിലൂടെ വീണ്ടും കടമെടുക്കാൻ പറ്റാതെ പോയിട്ടുള്ള 7,000 കോടി രൂപയുടെ കണക്കാണ്. കിഫ്ബി പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെ സംസ്ഥാന സർക്കാർ ചെയ്തത് നേരായ വഴിക്ക് അവർക്ക് ചെയ്ത് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യം വളഞ്ഞ വഴിയിലൂടെ സാധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. കടമെടുക്കുന്നത് കിഫ്ബി വഴിയാണെങ്കിലും അതല്ലെങ്കിൽ അതിനുവേണ്ടി മറ്റേതെങ്കിലും തട്ടിക്കൂട്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ കടമൊക്കെ തന്നെയും വീട്ടേണ്ടതാണ്. ഈ കടമൊക്കെ തന്നെയും കണക്കിൽ കാണിക്കേണ്ടതുമാണ്. സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാന ഭരണത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി താളം തെറ്റാതിരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇടപെട്ടു എന്നുള്ളതാണ് സത്യം. കടമെടുപ്പ് പരിധി എന്നുള്ള ഒരു ലിമിറ്റിനെ മറികടക്കാൻ വേണ്ടി ഇത്തരത്തിൽ എത്രയോ സ്ഥാപനങ്ങൾ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്ക് തുടങ്ങാം. കേന്ദ്രത്തിന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കടമെടുക്കുകയും ചെയ്യാം. അത്തരത്തിലുള്ള വളഞ്ഞ വഴി പ്രയോഗത്തിനാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നീക്കത്തിലൂടെ തടസ്സം നിന്നത്. ഏറ്റവും അവസാനമായുള്ളത് ഭരണഘടനാ സ്ഥാപനമായ ധനകാര്യ കമ്മീഷൻ മാനദണ്ഡങ്ങൾ പ്രകാരം വരുത്തിയ വെട്ടിക്കുറവാണ്. സംസ്ഥാനത്ത് നിന്ന് പിരിക്കുന്ന നികുതിയിൽ വലിയൊരളവും തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ ആരോപണം. അതിൽ കാര്യമായ വെട്ടിക്കുറവുകൾ വരുത്തിയെന്നാണ് പറയുന്നത്. അതായത് കേരളത്തിൽ നിന്നും പിരിക്കുന്ന നികുതിയുടെ ചെറിയൊരളവ് മാത്രമേ തിരിച്ചു തരുന്നുള്ളൂ എന്നുള്ളതാണ് കേരളത്തിന്റെ ആരോപണം.
കേരളത്തിൽ നിന്ന് പിരിക്കുന്നത് മൊത്തം തിരിച്ചു കൊടുക്കാനാണ് എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിലൊരു നികുതി പിരിവിന്റെ ആവശ്യം തന്നെയില്ല. സംസ്ഥാന സർക്കാരുകൾക്കാകട്ടെ ഈ പറയുന്ന ഫെഡറൽ സംവിധാനത്തെക്കുറിച്ചോ അതിനുവേണ്ടി വാതോരാതെ സംസാരിക്കാനോ യാതൊരു അർഹതയും ഇല്ലാതെയാവുകയും ചെയ്യും. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സോഷ്യലിസവും ഫെഡറലിസവും ഒക്കെ മുന്നോട്ടു പോകുന്നത് ഇത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ തന്നെയാണ്.